കണ്ട കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. വണ്ടി എടുക്കണുണ്ടോ? നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ഈ വളവിന്റെ അവിടെ അല്ലേ, നടന്നു പോവാം. പിള്ളേരെ അതെ, ഉച്ചത്തേക്ക് കഴിക്കാനേ ചോറ് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വല്ല മുട്ട വല്ലതും വേണമെങ്കിൽ പൊരിച്ച് കഴിച്ചോ കേട്ടോ. മണി അവരെടുത്ത് കഴിച്ചോളൂ, നീ വാ. അപ്പൊ അമ്മ ഉച്ചയ്ക്ക് വരൂലേ ഇപ്പൊ? മക്കളെ ഞങ്ങൾ അക്ഷയയിലോട്ടല്ലേ പോണത്. അവിടെ ഭയങ്കര ആളൊക്കെ ആയിരിക്കും. ക്യൂ ഒക്കെ ആണെങ്കിലോ റേഷൻ കാർഡ് പുതുക്കാനാണ് പോണത്. ഈ റേഷൻ കാർഡ് എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പുതുക്കണത്? അത് ശരിയാണ് കേട്ടാ. പണ്ടത്തെ കാലത്തൊക്കെ വല്ല 10 വർഷം കൂടുമ്പോഴൊക്കെ റേഷൻ കാർഡ് പുതുക്കേണ്ട ആവശ്യം വരുള്ളൂ. എടി ഇത് ഡിജിറ്റൽ കാർഡാണ്, അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. മനസ്സിലായോ? പുള്ളിമാർ ഇവിടെ ഇരുന്നുണ്ട് ഓർഡർ ചെയ്യുമല്ലോ ഫുഡ്, മറ്റേ ഓൺലൈൻ വഴി. ഈ കാർഡ് വന്നു കഴിഞ്ഞാണ്ടല്ലോ മണ്ണെണ്ണ അരിയൊക്കെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം. കൊള്ളാല്ലേ? നീ വാ, സമയം വേണം. അയ്യോ സത്യം പറയല, അക്ഷയയില് പോകുമ്പോഴേ നീ അവിടുത്തെ ചേച്ചിമാരുടെ ജാട മൊത്തം കാണണമെന്ന് ആലോചിക്കുമ്പോ എനിക്ക് മടി വരുന്നു. എടി ഇങ്ങനെയുള്ള സമയത്തൊക്കെ അവർക്ക് സർക്കാർ ജീവനക്കാരെക്കാളും ഭയങ്കര പവറാണ്. സഹിച്ചേ പറ്റുള്ളൂ. ഞാൻ പോയി സഹിച്ചിട്ടൊക്കെ വരാം കേട്ടാ. കഴിക്കുന്ന ആഹാരമൊക്കെ പിങ്കി, നീ എന്താ അവരോട് പോവാത്ത? സാധാരണ എവിടെ പോണെങ്കിലും കൂടെ പോവാൻ വേണ്ടിട്ട് ഭയങ്കര കിടന്ന് ആക്രാന്തം കാണിക്കുമല്ലോ. അതെ, അവര് ബേക്കറിയിലും കല്യാണത്തിനൊന്നും അല്ലല്ലോ പോയത്, അക്ഷയയിലല്ലേ. ഞാൻ പോണം. ഓഹോ, അപ്പൊ എന്റെ മോക്ക് കോമൺ സെൻസ് വന്ന് തുടങ്ങി. അതെ, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് മുട്ട പൊരിച്ച. ആ ശരിയാണ്, പറയുമ്പോൾ എത്ര മുട്ട ഉണ്ടോ എന്തോ. എനിക്ക് വേണം എന്തായാലും ഫുള്ളും. അതങ്ങനെ നിനക്ക്? എനിക്ക് വേണം, എനിക്ക് വിശക്കണ്. ആകെ ഉള്ള പ്രോട്ടീൻ അത് മാത്രമേ ഉള്ളൂ. എത്ര മുട്ട ഉണ്ട്? നീ ഇന്ന് രാവിലെ എത്ര മുട്ട കഴിച്ചു? രാവിലെ ഞാൻ 2 കഴിച്ചോളൂ. ഇനി മൊത്തം അവിടെ ഒരു 3 മുട്ട കാണും. അത് 2 എനിക്ക് നിനക്ക് പറഞ്ഞു. അയ്യോ അത് പറ്റൂല. എന്ത് പറ്റാത്ത? എനിക്ക് അപ്പച്ചി അല്ല പരിപാടി രണ്ടുപേരും കൂടെ പതിവില്ലാതെ റൈഡ് അടിച്ചു കറക്കാം. പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരണമെന്ന്. സർപ്രൈസ് ആയിപ്പോയി കേട്ടാ. ബാക്കി ടീംസ് ഒക്കെ ആ അവരെല്ലാരും കൂടി അക്ഷയ പോയി റേഷൻ കാർഡ് പുതുക്കാൻ. അയ്യോ എനിക്ക് വിശക്കണു. ആ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു സാമ്പാറും മുട്ടയും ഉണ്ട്, വേണമെങ്കിൽ കഴിക്കാം. പിന്നെ തോരനും. മുട്ട ഉണ്ടോ? മുട്ട ഉണ്ട്, 2 ഉള്ളൂ. അത് എനിക്കാണ്. എനിക്കും ചേച്ചി. രാമേട്ട അപ്പഴേ പറഞ്ഞാണ് കഴിച്ചിട്ട് വരാം. നിനക്കത് വേണം. എവിടെയെങ്കിലും ചായ കുടിക്കാന്നെങ്കിലും ഞാൻ പറഞ്ഞിട്ട് കേട്ടാ? ഇല്ലല്ല. അപ്പൊ നിന്റെ അമ്മയുടെ സ്പെഷ്യൽ ഉണ്ടെന്ന് അത് തിന്നാന്ന്. ഞാനേ അമ്മയെ വിളിച്ച് പറയട്ടെ, കുറച്ച് സമയം എടുത്തിട്ടേ വരുവുള്ളത്. ഞാൻ പറഞ്ഞില്ലേ അച്ഛമ്മയോട് പറയാനാണോ വന്നത് രണ്ടും കൂടി? കൊള്ളാം കേട്ടാ. പിന്നെ രണ്ടുപേരും കറങ്ങാൻ പോകുമ്പോ നാട്ടുകാർക്ക് മൊത്തം പറയാൻ പറ്റുമോ? ഒരുമാതിരി എന്തായാലും വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങായിരുന്നു. കള്ളൻ അതാണ് ഐഡിയ ആയിരിക്കും. ഇവിടെ വന്നേ ഇപ്പൊ കുഴപ്പം. വേറെ എവിടോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. എനിക്ക് വിശക്കാതെങ്കിലും ഇരുന്ന്. അതെ, ഇനിയിപ്പോ ഒരു കാര്യം നമുക്ക് ഇവിടെ നിൽക്കാം. എന്റെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ പറയട്ടാ. ചിക്കൻ ഫ്രൈ വാങ്ങിക്കാം. അതെ, വാങ്ങിക്കണ്ട, ചിക്കൻ വാങ്ങിച്ചോണ്ട് വാ. എന്റെ ഐഡിയ എങ്ങനെ നിനക്ക് മനസ്സിലായത്? അതെനിക്കറിയാം. ഇവിടെ ഐഡിയ നീ ഉണ്ടാക്കും. അപ്പച്ചി ഉണ്ടാക്കും. അപ്പച്ചിയുടെ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാ നീ അതിന് കഴിച്ചിട്ടുണ്ടോ? പിന്നെ കഴിക്കാതെ. അപ്പൊ ഞാൻ ചിക്കൻ വാങ്ങിച്ചോണ്ടോ? അങ്ങനെ മസാല എല്ലാം വാങ്ങണേ, ഒന്നും കാണൂല. ഇതാണ് ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കാത്തത്. ഇവിടെ എല്ലാം മേടിക്കണം. ഞാനേ വാട്സപ്പ് ചെയ്യാം. ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതൊന്നും ഇവിടെ കാണാറില്ല, വാങ്ങണം കേട്ടാ. മസാല ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയാം, വാട്സപ്പ് ചെയ്യാം. ശരി, ഓക്കെ. പോണേ. അയ്യോ അങ്ങളെ പെട്ടെന്ന് വാ. അപ്പച്ചി വീണേ. ഞാൻ പോവണ്ടായിരുന്നു കേട്ടാ. യുദ്ധ മുറിഞ്ഞതാ. ആശുപത്രി പോവാ. നോക്കട്ടെ. ഹോസ്പിറ്റലിൽ പോ ചിന്നു, കളിക്കാവാ. വേണ്ട ഇവിടെ ഇരിക്കാം. ഞാൻ ഇപ്പൊ പോയതാണ് കുഴപ്പം. നിങ്ങൾ പിടിക്കണ്ടേ, നോക്കി നടക്കണ്ടേ ചിന്നു? എന്നാ അകത്തെ കൊണ്ട് തുടക്കുകയും ചെയ്യും.
ഇവിടെ ഇരി. ഷൂ ഞാൻ ബാൻഡേജ് എടുക്കട്ടെ. ഐസ് എടുക്കണ്ടേ? ഞാൻ എടുത്തിട്ട് വരാവേ. പെട്ടെന്ന് എടു. ഷൂ വേഗം എടുത്തിട്ട് പാടി. ഷൂ നല്ല ബ്ലഡ് പോണുണ്ടല്ലോ. പതുക്കെ വേണ്ട വേണ്ട വേണ്ട, ചെറിയ മുറിവല്ലേ ഇത്, വേണ്ട. നല്ല ബ്ലഡ് പോണുണ്ട്. ഉച്ച സമയമല്ലേ, ഗ്ലൂക്കോസ് ആണ് ഇത് കൂടി ബ്ലഡ് ഒക്കെ പോയി. പക്ഷെ വേണ്ട, കുഴപ്പമില്ല. ചെറിയ മുറിവേ ഉള്ളു, പക്ഷെ ഇഷ്ടം പോലെ ബ്ലഡ് പോയല്ലേ. ഞാൻ പേടിച്ചു. ഓ ഇനി ഇത് അച്ഛൻ കാണണ്ട. എന്റെ ഭഗവാനെ വന്നു പറയല്ലേ, ഇനി തല ഇറങ്ങി അതിനെ കൊണ്ടുപോകണം ആശുപത്രി. വരുമ്പോ കാണൂലേ? ഒന്നാമത് ലോല ഹൃദയനാണ്. ഞാൻ ചെന്ന് കിടക്കാം. ഞാൻ കിടക്കാം. ഒട്ടിക്കത് ഞാൻ ഉണ്ട് എന്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ പറ്റി എനിക്ക് ഭയങ്കര ഒരുമാതിരി കേട്ടാ. മുറിക്ക് ഞാൻ കത്രിയുണ്ട്. ഇതൊന്നും ഇല്ലല്ലോ. തല പൊട്ടിയിട്ടാ? ചെറിയ മുറിവ്. കൈവിട്. ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിനൊന്നും ഇല്ല. ഞാൻ പോയി കിടക്കാം. മുട്ടിയില്ലടി. കുഴപ്പമില്ല മക്കളെ, ഞാൻ ഇങ്ങനെ വച്ചോളാം. ഫുഡ് കഴിക്കണില്ലേ? വേണ്ട വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പോയി കിടന്നിട്ട്. നിക്ക് ആ സൈഡിലും കൂടെ ഒട്ടിക്ക്. ആ മുടിയിൽ വെക്കാതെടി. എനിക്ക് പയ്യ മതി. ഞാൻ പോയിട്ട് ഞാൻ കിടന്ന് എണീക്കാവേ. കുഴപ്പമില്ല മക്കളെ. ഐസ് ഐസ് പറയല്ലേ, അണ്ണന്റെ അടുത്ത് വിളിച്ച് പറയല്ലേ. എന്തായാലും വരുമ്പോ കാണും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.